ദുബായ് ബിൽഡിംഗ് കോഡിലെ പാർട്ട് 13 ആണ് നമ്മളിപ്പോൾ ഒന്ന് വിശകലനം ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ അതിന് വയറിങ് ആക്സസറീസിൻ്റെ സെഗ്രിഗേഷൻ, വയറിങ് സർക്യൂട്ട്സിൻ്റെ സെഗ്രിഗേഷനും വയറിങ് സിസ്റ്റത്തിനെ പറ്റിയൊക്കെയുള്ള കുറച്ച് ഡീറ്റെയിലിംഗാണ് പറഞ്ഞേക്കുന്നത്. ഡിഫറെൻറ്റ് ഡി ബി എന്നുള്ള സർക്യൂട്ടുകൾ ഒരു കോമൺ കോണ്ടിട്ടോ ട്രങ്കിങ് കൂടെ ചേരുന്നുള്ളതാണ് ഒരു മെയിനായിട്ട് പറയുന്നത്. പിന്നെ അതുകൂടാതെ നമ്മൾ ഡിഫറെൻറ്റ് കാറ്റഗറീസും ഡിഫറെൻറ്റ് വോൾട്ടേജ് ഗ്രേഡ്സ് ഉള്ള വയർസ് ഉണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് കോണ്ടിറ്റ്സോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ബാരിയേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് സെയിം ട്രങ്കിങ്ങിൽ യൂസ് ചെയ്യാനാണ് പറയുന്നത്. ഈ റെസിഡൻഷ്യലിൻ്റെ കേസ് വരുമ്പോഴത്തേക്കും 3 ഫേസ് സപ്ലൈ കൊടുക്കുമ്പോഴത്തേക്കും ലൈറ്റ് ഫിറ്റിംഗ്, സോക്കറ്റ് ഔട്ട്ലെറ്റ്, വാട്ടർ ഹീറ്റർ, കുക്കർ, ബാക്കിയുള്ള സിംഗിൾ ഫേസ് എക്യുപ്മെൻസിൻ്റെ എല്ലാം ഒരു ഇൻഡിവിജ്വൽ റൂം എടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് വേറെ മൾട്ടിപ്പിൾ ഫേസുകൾ വരാൻ പാടില്ല എന്നുള്ളതാണ് പറയുന്നത്. മാക്സിമം അവോയ്ഡ് ചെയ്യുക. അൺഅവോയ്ഡബിൾ അല്ലാത്ത പക്ഷേ ചില ഇതിൽ ഇളവുകൾ കൊടുക്കുമെങ്കിലും മാക്സിമം അവോയ്ഡ് ചെയ്യാനാണ് പറയുന്നത്. ഇഫ് കണക്ഷൻ ടു മോർ ദാൻ 1 ഫേസ് cannot be avoided, a minimum distance of 2 meters shall be maintained between outlets. അതായത് ഇപ്പോൾ നമ്മളൊരു റൂമിൽ തന്നെ ഡിഫറെൻറ്റ് ഫേസുകൾ വന്നിട്ട് വരുവാണെങ്കിൽ തന്നെ ഔട്ട്ലെറ്റ്സുകൾ തമ്മിൽ 2 മീറ്റർ ഗ്യാപ്പ് നിലനിർത്താനാണ്. ആക്സസറീസോ ഔട്ട്ലെറ്റോ അപ്ലയൻസോ ഏതാണ് ഡിഫറെൻറ്റ് ഫേസുകൾ തമ്മിലുള്ള ഇതിൽ മിനിമം 2 മീറ്റർ ഗ്യാപ്പ് കൊടുക്കണം. പിന്നെ ചില സ്വിച്ച് ബോക്സിൽ ഗ്രൂപ്പ് സ്വിച്ചിങ്ങിനായിട്ട് 3 ഫേസൊക്കെ വരുന്ന അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഫേസ് വരുന്ന ഇതിലൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് കൃത്യമായിട്ടുള്ള ബാരിയേഴ്സൊക്കെ യൂസ് ചെയ്തും അതിൻ്റെ അകത്ത് 400 വോൾട്ട് സപ്ലൈ ഉണ്ടെന്നുള്ളതെല്ലാം രേഖപ്പെടുത്തിയുള്ള ഇൻഡിക്കേറ്റ് ചെയ്ത രീതിയിൽ കൊടുക്കണം. അതിൻ്റെ കളർ കോഡ് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, കളർ കോഡിങ് അത് പ്രകാരം വേണം എന്നുള്ളത് പറയുന്നുണ്ട്. ഇത് കൂടെ നമ്മുടെ ഇലക്ട്രിക്കൽ സിസ്റ്റം കൂടാതെ മറ്റ് പല സർവീസുകൾ ELV സിസ്റ്റമോ പ്ലംബിങ് അങ്ങനെ മറ്റ് പല സർവീസുകൾ പോകുമ്പോൾ അതിൽ നിന്ന് കൃത്യമായിട്ടുള്ള സെഗ്രിഗേഷനോ അകലങ്ങളും പാലിക്കാൻ അതിലൂടെ ഫോൾട്ട് അവോയ്ഡ് ചെയ്യണം എന്നുള്ള കാര്യം പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. പിന്നെ ഇൻസ്പെക്ഷനും മെയിൻ്റെനൻസ് റീപ്ലേസ്മെൻ്റ് ഒക്കെ ചെയ്യാൻ സാധ്യതയുള്ള ഇപ്പോൾ സ്വിച്ച് ബോക്സ് അങ്ങനെയുള്ള പാർട്ടുകളെല്ലാം നമ്മൾ കൃത്യമായിട്ട് അവിടേക്കുള്ള ആക്സസിബിലിറ്റി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ലൈറ്റ് ഫിറ്റിങ്സ്, വാട്ടർ ഹീറ്റർ മുതലായവ കൺട്രോൾ ചെയ്യുന്ന സ്വിച്ചുകളിൽ ഒരിക്കലും ബാത്റൂമിൽ ഇൻസ്റ്റാൾ ചെയ്യരുത്. കിച്ചണിലും അതേപോലെ വെള്ളം റെഗുലർലി യൂസ് ചെയ്യുന്ന സ്ഥലങ്ങളിലും മിനിമം ഒരു 2 മീറ്റർ ഗ്യാപ്പ് വേണം. വാട്ടർ ടാപ്പോ അല്ലെങ്കിൽ വാഷ് ബേസിനോ അല്ലെങ്കിൽ സിങ്കിൻ്റെ അവിടെ നിന്നൊക്കെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം. വിത്തിൻ 2 മീറ്റേഴ്സിൽ കൊടുക്കാൻ പാടില്ല. അപ്പോൾ 2 മീറ്റർ മിനിമം ഗ്യാപ്പ് ഇടണം എന്നുള്ള മീനിങ്ങിൽ. അങ്ങനെ ഇൻസഫിഷ്യൻറ്റ് സ്പേസ് ആയിട്ടുള്ള സ്ഥലങ്ങൾ ചിലപ്പോൾ ഉണ്ടാവാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ സീലിംഗ് മൗണ്ടഡ് ആയിട്ടുള്ള ഇൻസുലേറ്റഡ് കോഡ് ഓപ്പറേറ്റഡ് സ്വിച്ചസ് ആണ് യൂസ് ചെയ്യാൻ പറയുന്നത്. സോക്കറ്റ് ഔട്ട്ലെറ്റ് ബാത്റൂമിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് കൂടി പറയുന്നുണ്ട്. പിന്നെ നമ്മൾ ലൈറ്റ് ചിലപ്പോൾ ട്രാക്കുള്ള ലൈറ്റ് സിസ്റ്റംസൊക്കെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് 60570 പ്രകാരമായിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. വീണ്ടും ഇതിൽ മൗണ്ടിങ് ഹൈറ്റ്സിനെ പറ്റി ഒന്നും കൂടി പരാമർശം വരുന്നുണ്ട്. അപ്പോൾ അതിൽ ആക്സസറീസിൻ്റെ മൗണ്ടിങ് ഹൈറ്റാണ് പറയുന്നത്. ലൈറ്റ് സ്വിച്ചസ്, DP സ്വിച്ചസ്, എയർ കണ്ടീഷൻ യൂണിറ്റ് ആൻഡ് വാട്ടർ ഹീറ്റർ, സീലിംഗ് ഫാൻ, റെഗുലേറ്റർ, ഷേവർ സോക്കറ്റ് എക്സെട്ര ഷാൽ ബി മൗണ്ടഡ് 1.25 മീറ്റർ എബവ് ദ ഫിനിഷ് ഫ്ലോർ ലെവൽ. ഫിനിഷ് ഫ്ലോർ ലെവലിൽ നിന്ന് ഈ മേൽപ്പറഞ്ഞ സാധനങ്ങളെല്ലാം 1.25 മീറ്റർ മുകളിലായിരിക്കണം പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്ന് പറയുന്നുണ്ട്. 13 amps സ്വിച്ച് സോക്കറ്റ് ഔട്ട്ലെറ്റ്സ് യൂസ് ഫോർ ജനറൽ പർപ്പസ് ഷാൽ ബി ഇൻസ്റ്റാൾഡ് അറ്റ് 450 mm എബവ് ദ ഫിനിഷ് ഫ്ലോർ ലെവൽ. നമ്മൾ ജനറൽ പർപ്പസ് ആയിട്ടുള്ള പവർ സോക്കറ്റാണ് 13 amps. ചിലപ്പോൾ ഈ നമ്മുടെ ഡ്രയേഴ്സ്, വാക്യൂം ക്ലീനർ പോലത്തെ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൊടുക്കാൻ വേണ്ടിയുള്ള സ്വിച്ച് സോക്കറ്റിൻ്റെ ഹൈറ്റ് മിനിമം 450. അതെല്ലാം ഇതിൽ കാണിച്ചിട്ടുണ്ട്. 450 mm എബവ്, 45 സെൻറ്റിമീറ്റർ എബവ് ദ ഗ്രൗണ്ട് വേണം. 13 amps switch socket outlets provided in the kitchen shall be installed 150 mm above the worktop. അപ്പോൾ നമ്മുടെ ഇവിടെ കാണാം, നമ്മുടെ ഒരു കിച്ചണിലെ ടേബിൾ ടോപ്പ് കാണാം. അതിൻ്റെ അകത്ത് ഒരു 15 സെൻറ്റിമീറ്റർ മുകളിലായിരിക്കണം. ആ ടേബിൾ ടോപ്പിന് 15 സെൻറ്റിമീറ്റർ മിനിമം മുകളിലായിരിക്കണം നമ്മൾ പ്ലഗുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അതാണ് 150 mm പറഞ്ഞു കൊടുത്തേക്കുന്നത്. ഓൾ സ്വിച്ചസ് ഷാൽ ബി മൗണ്ടഡ് ഇൻ റെഡിലി ആക്സസിബിൾ പൊസിഷൻസ്. നമുക്ക് പെട്ടെന്ന് ഓൺ ഓഫ് ആക്കാനോ ഉള്ള പാകത്തിനുള്ള പൊസിഷൻസിലായിരിക്കണം എപ്പോഴും ഈ സ്വിച്ച് കൊടുക്കേണ്ടതെന്നുള്ള കാര്യം നേരത്തെ പറഞ്ഞിരുന്നു. അത് ഇതൊന്നും കൂടി ഇതിൽ എടുത്ത് പറയുന്നു.
ഇപ്പോൾ നമ്മുടെ ഇനി ഐഡൻറ്റിഫിക്കേഷനെ പറ്റി പറയുന്നുണ്ട്, ഐഡൻറ്റിഫിക്കേഷൻ ലേബൽ നോട്ടീസസിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ കസ്റ്റമറിൻ്റെ ഇൻസ്റ്റലേഷൻ ഓൾ സെക്ഷൻസ് ഓഫ് ദ കസ്റ്റമർ ഇൻസ്റ്റലേഷൻസ് ഓഫ് ഡി പി ഷാൽ ബി പ്രൊവൈഡ് വിത്ത് ഐഡൻറ്റിഫിക്കേഷൻ ലേബൽസ് ടു ഇൻഡിക്കേറ്റ് ദ ലൊക്കേഷൻ ആൻഡ് പർപ്പസ് ഓഫ് ഈച്ച് പ്രൊട്ടക്റ്റഡ് ഡിവൈസ്. അപ്പോൾ നമ്മൾ ഈ ഡി ബിയുടെ അവിടുത്തെ പ്രൊട്ടക്റ്റീവ് ഡിവൈസിൻ്റെ അതിൻ്റെ ലൊക്കേഷൻ, ഡി ബിയുടെ ലൊക്കേഷൻ്റെ കേസ്, അതെവിടെയാണ് കൺട്രോൾ കൊടുക്കുന്നത് എന്നുള്ള ലൊക്കേഷൻ്റെ കേസും, പിന്നെ ഓരോ പ്രൊട്ടക്റ്റീവ് ഡിവൈസ് എന്തിനൊക്കെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് കൊടുക്കുന്നു. പിന്നെ അതുകൂടാതെ ഇൻസ്ട്രക്ഷൻ ഓർ കോഷൻ നോട്ടീസസ് ഫോർ കറക്റ്റ് ഓപ്പറേഷൻ ഷാൽ ഓൾസോ ബി പ്രൊവൈഡഡ്. കോഷൻ നമ്മൾ വാണിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും നോട്ടീസിങ് അതൊക്കെ കൊടുക്കണം. അത് അറബിക്കിലും ഇംഗ്ലീഷുമാണ് കാണിക്കേണ്ടത് എന്ന് ഇതിലെടുത്ത് പറയുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഫോൺ സൈസസ് ആ ഇൻഡിവിജ്വൽ ആപ്ലിക്കേഷൻ അത് പ്രകാരമുള്ള രീതിയിൽ ഇപ്പോൾ ഇതിൽ കാണിച്ചേക്കുന്ന പോലെ കാണിക്കണം എന്നാണ് പറയുന്നത്. വാർണിംഗ് സൈൻ, ഡേഞ്ചർ സൈനും വാർണിംഗ് സൈനൊക്കെ കൊടുക്കണം. അതിൻ്റെ അകത്ത് അറ്റൻഷനൊക്കെ കൊടുക്കുന്ന ഓപ്പറേഷൻ്റെ ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. ഇനി ഈ വരുന്ന ടോപ്പിക്കാണ് ഇതിൽ ഏറ്റവും ഹൈലൈറ്റായിട്ട് പറയേണ്ട ഒരു ടോപ്പിക്ക്. ഇലക്ട്രിക്കലിൽ അത് ദുബായ് ബിൽഡിംഗ് കോഡ് ആയിക്കോട്ടെ, ഹറാമ സ്റ്റാൻഡേർഡ്സ് ആയിക്കോട്ടെ, നമ്മുടെ IS സ്റ്റാൻഡേർഡ്സ് ആയിക്കോട്ടെ, എല്ലാത്തിലും ഏറ്റവും പ്രധാനം ആയിട്ട് വരുന്നൊരു ടോപ്പിക്കാണ് എർത്തിങ്ങും ലീക്കേജ് പ്രൊട്ടക്ഷനായിട്ടുള്ള സാധനങ്ങൾ. ഇപ്പോൾ എർത്തിങ് എന്തിനാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. നമുക്ക് എക്യുപ്മെൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം, അതുകൂടാതെ അവിടുത്തെ ആൾക്കാരെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെയാണ് നമ്മൾ എർത്തിങ് ചെയ്യുന്നത്. അപ്പോൾ സെപ്പറേറ്റ് എർത്തിങ് സിസ്റ്റം എല്ലാത്തിലും ആ പ്ലോട്ടിൽ പ്രൊവൈഡ് ചെയ്യണം, നമ്മുടെ പ്രോജക്റ്റിൻ്റെ പ്ലോട്ടിൽ പ്രൊവൈഡ് ചെയ്യണം. അത് ഇൻസ്റ്റാൾഡ് ആൻഡ് മെയിൻറ്റെയിൻ ബൈ ദ കൺസ്യൂമർ ആയിരിക്കണം എന്ന് ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. ആ പ്ലാന്റ് ആയിക്കോട്ടെ, ആ മറ്റേ സബ്സ്റ്റേഷൻ ആയിക്കോട്ടെ, അതിൻ്റെ ലൈഫ് ടൈമിൽ ഫുള്ള് ഈ എർത്തിങ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ടതാണ്. ചില കേസുകളിൽ നമ്മൾ ഈ എർത്ത് ചെയ്തതിന് ശേഷം അതിൻ്റെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാവും. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കുറച്ച് കൂടിയ റോബസ്റ്റായിട്ട്, അതായത് ബെറ്റർ പെർഫോമൻസ് വർഷങ്ങളോളം നീണ്ടു നിൽക്കാൻ ഉപകരിക്കുന്ന രീതിയിലുള്ള സാധനങ്ങൾ നമ്മൾ യൂസ് ചെയ്യണം. അത് മെക്കാനിക്കൽ ഡാമേജും കൊറോഷനും അതൊക്കെ മുൻകൂട്ടി കണ്ട് കൂടിയതായിട്ടുള്ള സാധനങ്ങൾ തന്നെ നമ്മൾ ഇടണം എന്നുള്ളതാണ് ഇതിൻ്റെ എടുത്ത് പറയുന്നത്. അപ്പോൾ എല്ലാ കസ്റ്റമറുടെ ഇതിലും ഞാൻ എർത്തിങ്ങിൻ്റെ പല വീഡിയോസും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് പറഞ്ഞ കാര്യങ്ങൾ തന്നെ എല്ലാത്തിലും എർത്ത് ഇലക്ട്രോഡ് ഉണ്ടാവും, മെയിൻ എർത്ത് ലീഡ് കണ്ടക്ടർ ഉണ്ടാവും, ഈ എർത്ത് ഇലക്ട്രോഡ്സ് തമ്മിൽ കണക്ട് ചെയ്യുന്നത്, അതുകൂടാതെ കൺസ്യൂമറിൻ്റെ മെയിൻ എർത്തിങ് ടെർമിനൽസോ അല്ലെങ്കിൽ എർത്ത് ബസ് ബാർ എന്ന് പറയുന്ന പാർട്ടും ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ ഏതൊരു DB ആയിക്കോട്ടെ, MDB, SMDB, ഫൈനൽ DBs എല്ലാത്തിൽ നിന്നും നമ്മൾ എർത്തി കണ്ടക്ടർ ECC നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ അതുവഴി അത് എർത്ത് ചെയ്യണം. അപ്പോൾ അതിൻ്റെ സ്റ്റാൻഡേർഡ് പറഞ്ഞേക്കുന്നത് ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് 7430, നമ്മുടെ IS 3043 എന്നൊക്കെ പറഞ്ഞ പോലെ ഉള്ള ഒരു പാർട്ടാണ് ഇതിൻ്റെ അത്. ഇന്ത്യൻ സ്റ്റാൻഡേർഡിൽ IS 3043-2018 പോലെ ഇതിൽ ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് 7430 എന്ന് പറഞ്ഞെടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എർത്തിങ് കണ്ടക്ടർ നമ്മൾ എടുക്കുമ്പോൾ ഈ എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി കാണണം. അവിടെ വരാൻ കൊറോഷൻ വേണ്ടി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് ആണെങ്കിൽ അതനുസരിച്ച് നമ്മൾ മുൻകൂട്ടി അതിൻ്റെ സൈസൊക്കെ കൂട്ടിയിടണം. ഗ്രൗണ്ടിലൊക്കെ സോയിലൊക്കെ ഇടുമ്പോഴത്തേക്കും എന്തായാലും കൊറോഷൻ്റെ ഇഷ്യൂസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടി. ഇതിൽ ഫൈനലി കൺസ്യൂമറിൻ്റെ എർത്തിങ് സിസ്റ്റം ലാസ്റ്റ് എർത്തിങ് സിസ്റ്റമായിട്ട് ഇൻകമിങ് കേബിൾ, either the incoming supply cable armor or earth continuity conductor as approved by DIVA. അപ്പോൾ ഇവരെ ഫൈനലി ഡിവയുടെ എർത്തിങ് സിസ്റ്റമായിട്ട് നമ്മൾ കണക്ട് ചെയ്യും. അപ്പോൾ എന്തിനൊക്കെയാണ് സെപ്പറേറ്റിംഗ് എർത്തിങ് നെറ്റ്വർക്ക്സും വേണം, അത് മെയിൻ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളതും കൂടി ഇതിൻ്റെ എടുത്ത് പറയുന്നുണ്ട്. മീഡിയം വോൾട്ടേജ് നെറ്റ്വർക്കുകൾ, ലോ വോൾട്ടേജ് നെറ്റ്വർക്കും, ELV നെറ്റ്വർക്ക്, പ്രൈവറ്റ് ജനറേറ്റേഴ്സ്, ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ സിസ്റ്റംസ് ഒന്നും നമ്മൾ മെയിൻ എർത്തിങ്ങായിട്ട് കണക്ട് ചെയ്യാൻ പാടില്ല പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ എർത്തിങ് സിസ്റ്റത്തിന് വേണ്ടൊരു സ്വഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ആയിരിക്കണം. കാരണം നമ്മുടെ ലീക്കേജ് കറണ്ട് എത്രയും പെട്ടെന്ന് കയറി പോകാൻ വേണ്ടി നമ്മൾ അവിടുത്തെ റെസിസ്റ്റൻസ് ഏറ്റവും കുറവായിരിക്കണം, കൊറോഷനിൽ നിന്ന് റെസിസ്റ്റൻ്റ് ആയിരിക്കണം. അപ്പോൾ നമ്മൾ ഇടുന്ന സോയിലൊക്കെ ഇടുമ്പോഴത്തേക്കും ഇത് തുരുമ്പിച്ച് അതിൻ്റെ കണ്ടക്ടിവിറ്റി കുറഞ്ഞാൽ പ്രോപ്പറായിട്ട് ലീക്കേജ് കറണ്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ഹൈ ഫാൾട്ട് കറണ്ടൊക്കെ ഡിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വേണം നമ്മൾ എർത്തിങ് കറണ്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇവിടെ ഒരു എർത്തിങ് ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. അത് TNS അറേഞ്ച്മെൻ്റ് ആണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ TNS
എന്നൊക്കെ പറഞ്ഞുള്ള എന്താണെന്നുള്ളത് ഇൻസ്പെക്ടർ ഡയറിയിലും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഡയറിയിലും ഉണ്ട്. ഞാൻ അതിൻ്റേതായിട്ട് വേറൊരു സെക്ഷനിൽ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ബേസിക്കലി കാണിച്ചേക്കുന്നത് നമുക്കൊന്ന് നോക്കാം. 1 എന്ന് പറഞ്ഞ സോഴ്സ് നമ്മുടെ ഡിവ എന്ന് വരുന്ന സോഴ്സ് ആയിരിക്കും. 2 ഇവിടെ പ്രൊട്ടക്റ്റീവ് കണ്ടക്ടർ, അതായത് നമ്മുടെ എർത്തിങ്ങിന് വേണ്ടിയുള്ള കണ്ടക്ടർ. പിന്നെ കൺസ്യൂമേഴ്സ് ഇൻസ്റ്റലേഷനാണ് ഈ 3 ഇതൊക്കെ കാണിച്ചേക്കുന്നത്. 3, 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഴ്സ് എർത്ത്, അതായത് നമ്മുടെ ഡിവൈഡ് എർത്ത്. അത് ആർമർ കേബിൾ ഓഫ് ആർമറാവാം അല്ലെങ്കിൽ സെപ്പറേറ്റ് എർത്താവാമെന്ന് പറഞ്ഞിരുന്നു. പിന്നെ 5 എന്ന് കാണിച്ചേക്കുന്നത് ഇതൊക്കെ എക്യുപ്മെൻറ്റ്സ് ആണ്, ഓരോ എക്യുപ്മെൻറ്റ്സിൻ്റെ ഇൻസ്റ്റലേഷനാണ്. പിന്നെ അതിൻ്റെ എക്സ്പോസ്ഡ് കണ്ടക്റ്റീവ് പാർട്ടാണ് ഈ 6 പുറത്തായിട്ടുള്ള കണ്ടക്റ്റീവ് പാർട്ട്. അതായത് നമ്മുടെ പാനലിൻ്റെയൊക്കെ പുറം മൂടി എന്ന് പറയുന്നത് ഒരു കണ്ടക്ടറാണ് ബേസിക്കലി. അത് എക്സ്പോസ്ഡ് ആയിക്കഴിഞ്ഞാൽ കണ്ടക്ട് ചെയ്യും. അപ്പോൾ അതാണ് 6 എന്ന് പറഞ്ഞാൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഇത് കൊടുത്തേക്കുന്നത്. അപ്പോൾ എക്സ്പോസ് കണ്ടക്റ്റീവ് പാർട്സ് ഓഫ് ഓൾ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ് ഓഫ് ഇൻസ്റ്റലേഷൻ ഷാൽ ബി കണക്റ്റഡ് ടു ECC. അപ്പോൾ ഇതിൽ പറഞ്ഞ പോലെ ഈ എക്സ്പോസ്ഡ് പാർട്ട് നമ്മൾ ഇലക്ട്രിക്കൽ കണ്ടിന്യൂറ്റി കണ്ടക്ടറിൽ നമ്മൾ കണക്ട് ചെയ്ത് എർത്തിങ് കണ്ടിന്യൂറ്റി കണ്ടക്ടറിലേക്ക് നമ്മൾ കണക്ട് ചെയ്ത് കൊടുത്തേക്കുന്നത് കാണാം. 2 എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റീവ് കണ്ടക്ടർ, അതിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്തേക്കുന്നത് കാണാം. അപ്പോൾ അതാണ് ബേസിക്കലി ഇതിൽ പറയുന്നത്. മെയിൻ എർത്ത് ടെർമിനലിലേക്ക് അങ്ങനെ എത്തിക്കുന്നു. അത് ഇവിടെ മെയിൻ എർത്ത് ടെർമിനലിലേക്ക് എത്തുന്ന കാണാം. 4 എന്ന് പറഞ്ഞാണ് മെയിൻ എർത്ത് ടെർമിനൽ, അതിലേക്ക് എത്തുന്നതാണ്. ഇവിടെ 4ലേക്ക് നമ്മൾ കൊടുത്തേക്കുന്ന കാണാം. The earth fault loop impedance shall be sufficiently low for a protected device like fuse, circuit breaker, RCD to operate in the required time in the event of fault. അപ്പോൾ ഇതിൽ നമ്മൾ ഇതിൻ്റെ അകത്ത് റെസിഡ്യൂവൽ കറണ്ട് ഡിവൈസ്, അതായത് ലീക്കേജ് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള റെസിഡ്യൂവൽ കറണ്ട് ഡിവൈസൊക്കെ യൂസ് ചെയ്യും. അപ്പോൾ അത് യൂസ് ചെയ്യുമ്പോൾ ഈ നമ്മുടെ എർത്ത് ഫാൾട്ട് ലൂപ്പ് ഇമ്പഡൻസ്, അതായത് നമ്മുടെ ബേസിക്കലി പറഞ്ഞാൽ ഈ കണ്ടക്ടറിൻ്റെയൊക്കെ ഒരു ഇമ്പഡൻസ് എന്ന് തൽക്കാലം മനസ്സിലാക്കി വയ്ക്കുക. അതിൻ്റെ ഇത് ഭയങ്കര ലോ ആയിരിക്കണം. ഇമ്പഡൻസ് മീൻസ് റെസിസ്റ്റൻസ് അത് ലോ ആയിരിക്കണം. എങ്കിലാണ് ഇതിന് കൃത്യമായിട്ടൊരു ടൈം കിട്ടി അത് ഓപ്പറേറ്റ് ചെയ്ത് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുള്ളൂ. പിന്നെ ഇതിൽ ന്യൂട്രൽ ആൻഡ് എർത്ത് കണ്ടക്ടർ സെപ്പറേറ്റ് ആക്കി വെക്കുന്ന കേസ് പറയുന്നുണ്ട്. മെയിൻ എർത്ത് ടെർമിനലിൽ അത് ഒന്നിച്ച് കണക്ട് ചെയ്യരുത്. അതുകൂടാതെ കൺസ്യൂമർ ഇൻസ്റ്റലേഷൻ്റെ എവിടെയും ഇത് ഒന്നിച്ച് കണക്ട് ചെയ്യരുത് എന്നുള്ള കാര്യം എടുത്ത് പറയുന്നുണ്ട്. വേറെ സെവർ ഇൻസ്റ്റലേഷൻസ് ഹാവ് ഇൻഡിവിജ്വൽ എർത്തിങ് അറേഞ്ച്മെൻറ്റ്സ്. എനി കോമൺ ECC ഷാൽ ബി കേപ്പബിൾ ഓഫ് ഐദർ. നമ്മൾ ഏത് എർത്തിങ് കണ്ടിന്യൂറ്റി കണ്ടക്ടർ യൂസ് ചെയ്താൽ മാക്സിമം അതിൻ്റെ ഫാൾട്ട് കറണ്ട് ഫ്ലോ ചെയ്യാനുള്ളത് വേണം. നമ്മൾ നേരത്തെ പറഞ്ഞ LV സിസ്റ്റമോ അങ്ങനെയുള്ള സിസ്റ്റമായിട്ട് അത് മുട്ടി നിൽക്കരുത്. അത് ഒരു പർട്ടിക്കുലർ സിസ്റ്റത്തിനെ മാത്രം എർത്ത് ചെയ്യാൻ ഉപയോഗിക്കാൻ പാടുള്ളൂ ഈ എർത്തിങ് കണ്ടിന്യൂറ്റി കണ്ടക്ടർ. വേറെ സിസ്റ്റമായിട്ട് അത് ബന്ധം വരാൻ പാടില്ല എന്നുള്ള കേസും കൂടി എടുത്ത് പറയുന്നുണ്ട്. ഫൗണ്ടേഷൻ മെറ്റൽ വർക്ക് ഇൻ കോൺക്രീറ്റ് മേ ബി യൂസ്ഡ് ആസ് എ റെഡിമെയ്ഡ് ആൻഡ് എഫക്റ്റീവ് എർത്ത് ഇലക്ട്രോഡ്. നമ്മുടെ മെട്രോയിലൊക്കെ യൂസ് ചെയ്യുന്ന പോലെ മെട്രോയിൻ്റെ പില്ലേഴ്സിൽ ഫൗണ്ടേഷൻ്റെ മെറ്റൽ വർക്ക് എർത്തിങ് ഇലക്ട്രോഡായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതാണ് നമ്മുടെ റെയിലിലേക്ക് ടോട്ടൽ മുകളിലെ റെയിലിലേക്ക് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കാര്യം അതേപോലത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്നുള്ളൂ. ടോട്ടൽ എർത്ത് ഇലക്ട്രോഡ് ഏരിയ ഫോം ബൈ ദ അണ്ടർഗ്രൗണ്ട് മെറ്റൽ വർക്ക് ഓഫ് എ ലാർജ് സ്ട്രക്ചർ ക്യാൻ ബി യൂസ് ടു പ്രൊവൈഡ് ആൻ എർത്ത് റെസിസ്റ്റൻസ് ലോവർ ദാൻ ദ ഒബ്റ്റൈനബിൾ ബൈ അതർ മെത്തേഡ്സ്. അപ്പോൾ ഈ ഞാനിപ്പോൾ മെട്രോയിൻ്റെ എക്സാമ്പിൾ പറഞ്ഞ പോലെ ഇത് ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏറ്റവും അടിയിൽ പോയിട്ട് അവിടെ ഒരു നമ്മുടെ ഭൂമിയായിട്ട് പൈലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഏറ്റവും ഡെപ്തിലേക്കൊക്കെയാണ് ഇത് പോകുന്നത്. അപ്പോൾ ആ ഡെപ്തിലേക്ക് പോകുമ്പോൾ ഇത്രയും മെറ്റൽ വർക്കായിട്ട് അതിൻ്റെ ബന്ധം വരുന്നുണ്ട്. ആ ബന്ധം വരുമ്പോഴത്തേക്ക് നല്ലൊരു എർത്ത് റെസിസ്റ്റൻസ്, അതായത് ലോവർ എർത്ത് റെസിസ്റ്റൻസ്, ഭയങ്കര ലോവർ എർത്ത് റെസിസ്റ്റൻസ്. നമ്മൾ പല മെത്തേഡ്സ് ഓഫ് എർത്തിങ് ഉണ്ട്. പ്ലേറ്റ് എർത്തിങ്, അതേപോലെ റോഡ് എർത്തിങ്, പിന്നെ ഗ്രിഡ് എർത്തിങ്, അങ്ങനെ പല സാധനങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും വൺ ഓഫ് ദി ബെസ്റ്റ് മെത്തേഡായിരിക്കും നമ്മൾ ഫ്രെയിം ചെയ്ത് കഴിഞ്ഞാൽ. കാരണം ഇത് ഇത്ര ഡെപ്തിൽ പോകുന്നു, സോയിലായിട്ട് നല്ല കണക്ഷൻ ഉണ്ട്, ഭയങ്കര ബൾക്ക് ഏരിയ ആയിരിക്കും. അപ്പോൾ അതൊക്കെ കൊണ്ട് ആ ഒരു ഗുണം കിട്ടുന്നു. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് കൺസിഡറേഷൻ ഈസ് ഗിവൺ ടു ദ പോസിബിലിറ്റി ഓഫ് കൊറോഷൻ ഓഫ് ദ മെറ്റൽ വർക്ക് റീഇൻഫോഴ്സ്മെൻറ്റ്. പിന്നെ അതിൽ തിരുമ്പിൻ്റെ കേസുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയുള്ള കൺസിഡറേഷൻ നമ്മൾ നേരത്തെ കൊടുക്കണം, അതിൻ്റെ പ്രൊട്ടക്ഷൻസ് ഒക്കെ നേരത്തെ കൊടുക്കണം. അപ്പോൾ കൊറോഷൻ ഫ്രീ ആയിട്ടുള്ള ഗ്രേറ്റ് മെറ്റൽ ഉപയോഗിക്കുകയോ, അപ്പോൾ ഒറിജിനൽ മെറ്റലിനേക്കാളും കൂടുതൽ വോളിയം കുറച്ച് കൂട്ടി ഉപയോഗിക്കുകയോ അങ്ങനെയുള്ള കേസുകളൊക്കെ യൂസ് ചെയ്യണം. കണ്ടിന്യൂസ് എർത്ത് ലീക്കേജ് കറണ്ട് ഷാൽ ബി മിറ്റിഗേറ്റഡ് ബൈ ഡിസൈനർ ഓഫ് ഇലക്ട്രിക്കൽ സിസ്റ്റം. അപ്പോൾ കണ്ടിന്യൂസ് എർത്ത് ലീക്കേജ് കറണ്ട് വരാത്ത രീതിയിലുള്ള ഡിസൈൻ വേണം നമ്മൾ ചെയ്യാൻ. പക്ഷെ നമ്മൾ ഈ നമ്മുടെ സ്ട്രക്ചറായിട്ട് ചെയ്യണോണ്ട്
damage to concrete in the form of cracking due to arcing or rapid evaporation of moisture can occur where long-term duration of earthfall current exceed the current carrying capability of the electrode. അപ്പോൾ ലോങ് ടൈം ആയിട്ട് എർത്ത് ഫാൾട്ട് കറണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കും. കോൺക്രീറ്റ് ക്രാക്ക് ആവുന്ന ഇഷ്യൂസ് വരും. ആർക്കിംഗ് ഓർ റാപ്പിഡ് ഇവാപ്പറേഷൻ ഓഫ് മോയ്സ്ചർ കാരണം അങ്ങനെയൊക്കെയുള്ള രീതിയിൽ വരാറുണ്ട്. This situation is unlikely if the electrode has a resistance sufficiently low to avoid any dangerous voltage to earth. ഭയങ്കര ലോ ആയിട്ടുള്ള റെസിസ്റ്റൻസ് നമുക്ക് വാല്യൂ അറ്റൈൻ ആവുകയാണെങ്കിൽ വലിയ പ്രശ്നമില്ലാണ്ട് കാര്യങ്ങൾ നടക്കും. എന്നാലും ഇങ്ങനൊരു റിസ്ക് ഉണ്ട്. Wherein structures made of bolted sections, the electrical continuity of structural joints cannot be relied upon to form permanent and reliable earth bonding loops across the joints shall be installed. അതായത് നമ്മളിപ്പോൾ പറഞ്ഞ മെറ്റൽ ഫ്രെയിം വർക്കിന് പകരം നമ്മൾ ISMBയോ ജോയിൻറ്റ് ബോൾട്ടൊക്കെ വെച്ചിട്ട് മെറ്റൽ സെക്ഷൻസൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണെങ്കിൽ അവിടെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഈ ബോൾട്ടിൻ നമ്മളത് കണ്ടിന്യൂറ്റി ഇട്ടെന്നൊക്കെ വിചാരിക്കുമെങ്കിലും തുരുമ്പും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഈ കണ്ടിന്യൂറ്റി നഷ്ടപ്പെടും. അതിനുവേണ്ടി നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് റിലയബിളായിട്ടുള്ള വേറെ എർത്തിങ് ഇലക്ട്രോഡ് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ എർത്തിങ് കണ്ടക്ടർ യൂസ് ചെയ്യുന്ന കേസാണ് പറയുന്നത്. വാട്ടർ മെയിൻസ് ഷാൽ നോട്ട് ബി യൂസ് ഫോർ എർത്തിങ് പർപ്പസ്. മെറ്റൽ പൈപ്പുകളൊക്കെ ഉണ്ടാവും, ഗ്യാസ് കമ്പസ്റ്റർ അങ്ങനെയുള്ളതൊന്നും എർത്തിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അത് പ്രൊട്ടക്റ്റീവ് കണ്ടക്ടറായിട്ട് ബോണ്ട് ചെയ്ത് വയ്ക്കും. നമ്മളതിൻ്റെ കൊറോഷൻ തടയാൻ അങ്ങനെയുള്ള കേസുകൾക്കൊക്കെ ആയിട്ട് ഇത് ബോണ്ട് ചെയ്ത് വയ്ക്കും. പക്ഷേ അത് എർത്തിങ് വേണ്ടി മാത്രമായിട്ട് സോൺലി ഫോർ എർത്തിങ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് എടുത്ത് പറയുന്നുണ്ട്.